കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പി സി ജോർജിന് സ്വാധീനമുണ്ടോ എന്ന് അറിയില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. മീഡിയ വണ്ണിന്റെ ദേശീയപാതയിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. എല്ലാ മേഖലയിലും ബി ജെ പിയുമായി യോജിപ്പാണെങ്കിൽ പിന്നെ ബി ജെ പി ആയാൽ പോരെയെന്നും CAA നടപ്പാക്കേണ്ടത് തന്നെയാണ് എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. നമസ്കാരം. ദേശീയപാത കോട്ടയം മണ്ഡലത്തിലാണ്. ഇവിടെ LDF UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ പ്രധാനമാണ് NDAയുടെ സ്ഥാനാർത്ഥിയും. നമ്മോടൊപ്പം ചേരുന്നത് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ തവണ വയനാട്ടിൽ കോട്ടയം ഇന്ന് തൃശ്ശൂരാണ് മത്സരിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ വന്നുകൊണ്ട് സെൻട്രൽ നേതൃത്വം പറഞ്ഞുകൊണ്ടാണ് അന്ന് വയനാട് പോയി മത്സരിച്ചത്. വയനാട്ടിലെ മത്സരം തൃപ്തികരമായിരുന്നു. അപ്പോൾ ജയിച്ചില്ലെങ്കിൽ തന്നെയും ഒരിക്കലും കാര്യം അവിടെ ഒരു കാൻഡിഡേറ്റ് സ്ട്രോങ് ആയിട്ട് ഒരാൾ വരണം എന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഞാൻ അനുസരിച്ച് പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത്തവണ പക്ഷേ കെ സുരേന്ദ്രനാണ് വയനാട്ടിൽ. താങ്കളെക്കാൾ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണോ? അല്ല, തീർച്ചയായും. കാര്യം ഇപ്രാവശ്യം എന്താണെങ്കിലും വോട്ട് കൂടുതൽ കിട്ടും. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് അന്നത്തെ കാലാവസ്ഥയല്ലോ എന്ന്. അന്നെ സംബന്ധിച്ചോളം ഏതാണ്ട് രാഹുൽ ഗാന്ധി ജയിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും, ഇന്ത്യ കോൺഗ്രസ് ആണ് ഭരിക്കാൻ വേണ്ടി പോകുന്നുള്ള ഒരു വലിയ ജനങ്ങളുടെ ഇടയിലുള്ള അങ്ങനെ ഒരു ചിന്ത നിൽക്കുന്ന സമയത്താണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ അന്നത്തെ കാലാവസ്ഥയെല്ലാം മാറി. ഇന്ന് സംബന്ധിച്ചോളം രാഹുൽ ഗാന്ധിക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തീർച്ചയായും സുരേന്ദ്രജിക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു ജയം എന്നത് അത്ര എളുപ്പമല്ല. ജയം എന്നത് ഫൈറ്റ് അല്ലേ, അത് നമുക്ക് റിസൾട്ട് വരാതെ പറയാൻ പറ്റില്ലല്ലോ. അല്ല, അവിടെ മത്സരിച്ച് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ താങ്കളുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചതാണ്. അല്ല, അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് അട്ടിമറി വിജയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ ഇത്. പല സ്ഥലത്തും സീറ്റുകൾ കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെ ജയിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇവിടെ കോട്ടയം മണ്ഡലത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളുടെ ഒരു പിന്തുണയാണ് ശരിക്കും BDJS പ്രതീക്ഷിക്കുന്നത്? എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ ഞങ്ങൾക്കുണ്ട്. കാരണം ഇവിടെ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഈ കോട്ടയത്താണെങ്കിലും ഇടുക്കിയിലും വർഷങ്ങളായി MP മാരായിട്ടിരിക്കുന്നവരും MLA മാരായിട്ടിരുന്നവരൊക്കെയാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോട്ടയത്ത് ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. അത് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം ഇന്ത്യയിലുള്ള എല്ലാ കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിയാം, 400 സീറ്റിൽ മുകളിൽ കിട്ടിക്കൊണ്ട് NDA അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കുമില്ല. ആ ഒരു സാഹചര്യത്തിൽ NDAയോടൊപ്പം നിൽക്കുന്ന ഒരു MPയെ ഉണ്ടാക്കി വിടുവാനല്ലേ കോട്ടയത്തുകാർ ശ്രമിക്കൂ. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ ശക്തമായ ആത്മവിശ്വാസം ഉള്ളത്. ഓക്കെ. ഇവിടെ പക്ഷേ PC ജോർജ് ഒരു പാരയാവുമോ? അല്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ ഒന്നും പ്രവർത്തിക്കുന്നൊന്നുമില്ല. അല്ല, അദ്ദേഹം കൺവെൻഷനുകളിൽ വന്നില്ല, പങ്കെടുത്തില്ല. അത് കാര്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ഇപ്പം BJPയുടെ നേതാക്കന്മാർ ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ പാർട്ടിയാണല്ലോ. ഞങ്ങൾ ഘടകകക്ഷിയല്ലേ. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ആരൊക്കെ ഉണ്ട്, അവിടെ ആരെങ്കിലും മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് വേണേൽ പറയാം ഞങ്ങൾ മാറ്റി നിർത്തിയെന്ന്. അങ്ങനൊരു സംഭവമില്ല. BJPയിൽ നിന്ന് ആരൊക്കെ വിടുന്നു അവർ വരുന്ന നേതാക്കന്മാരെല്ലാം ഇവിടെ സംബന്ധിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ PC ജോർജിന് ഇവിടെ സ്വാധീനമില്ലേ? അത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ഘടകമല്ലേ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകളൊക്കെ? അതെനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അതല്ല, PC ജോർജിന്റെ സ്വാധീനത്തെക്കുറിച്ച് അറിയില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അല്ല, താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? താങ്കൾ ഇപ്പോൾ മണ്ഡലത്തെ പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ. PC ജോർജ് എത്ര വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇവിടെ? അല്ല, ഇവിടെ ഞാൻ NDAയുടെ കാൻഡിഡേറ്റാണ്. അദ്ദേഹം BJPയുടെ ഒരു നേതാവാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേക കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. PC ജോർജ് ഇപ്പോൾ BJPയിൽ തന്നെ, അദ്ദേഹത്തിന്റെ ജനപക്ഷം എന്ന് പറയുന്ന സംഘടന BJPയിൽ തന്നെ ലയിച്ചു എന്നത് ഒരു നല്ല കാര്യമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടുന്ന അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലോ ഇവിടുത്തെ ഇലക്ഷൻ കാര്യം ചോദിക്കുക. ദയവായിട്ട് ഇത് മാത്രം ചോദിച്ചു വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ശരി, അത് വിടാം നമുക്ക്. ഞാൻ പറയുന്നത് മറ്റൊന്നുമില്ല. PC ജോർജിന് എന്തെങ്കിലും വിരോധം താങ്കളോടുണ്ടോ? കാരണം അതാണോ അദ്ദേഹം ഈ നിലപാടുകളൊക്കെ എടുക്കുന്നതിന്റെ ഒരു കാരണം? നമ്മൾ വന്നപ്പോൾ ചോദിക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ പേര് എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ യാതൊരു പിണക്കവും ഇല്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ. ഓക്കെ, ശരി. പിന്നെ സത്യത്തിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗം കൂടിയാണ്. ഈ സവർണ ഹൈന്ദവ നിലപാടുള്ള BJPയോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് ചേരാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്താണ് താങ്കൾക്ക് അതിനോടുള്ള? അത് മീഡിയ വൺ ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതല്ലാതെ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിലുള്ള നേതാക്കന്മാരെല്ലാം സവർണരാണോ? ഈ ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കി സവർണരാണ് ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരെന്ന് പറയുവാൻ എങ്ങനെ നിങ്ങൾ ശ്രമിക്കുക? അത് കാരണം ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് ആരാണ്? ഇവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന ആരാണ്? BJPയുടെ മുഴുവൻ നേതാക്കന്മാരെടുക്കുക. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്?
വെറുതെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാമക്ഷേത്രമാവട്ടെ, ഒരു പള്ളി പൊളിച്ചു പണിത ക്ഷേത്രമാണ്. അതുപോലെ തന്നെ CAA, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങൾ, പലയിടത്തും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. മണിപ്പൂരിലെ വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നു. അതിനോടൊക്കെ തുഷാർ വെള്ളാപ്പള്ളിക്ക് യോജിപ്പുണ്ടോ? എനിക്ക് യോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. CAA ഇന്ത്യയെ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. എന്താ സംശയമുള്ളത്? ഈ പറയുന്ന പാകിസ്ഥാനിൽ ഏതെങ്കിലും ഇന്ത്യക്കാരനെ പോയിട്ട് സിറ്റിസൺഷിപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയി ജീവിക്കാൻ കഴിയുമോ? ദുബായിൽ പോയി ജീവിക്കാൻ കഴിയുമോ? അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അതുപോലെ ട്രിപ്പിൾ തലാഖ് നടപ്പിലാക്കണ്ടേ? ഇവിടുത്തെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് 3 പ്രാവശ്യം തലാഖ് പറയുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതെന്ന് പറയാൻ പഠിക്കണം. രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവന്റെയും വികാരമാണ്. പള്ളി പൊളിച്ചിട്ടാണത്. പള്ളിയല്ല, അവിടെ പള്ളിക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ. അവിടെ തൊട്ടപ്പുറത്ത് അവിടെ പള്ളി പണിയാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അത് ഒരു തരത്തിൽ മാത്രം മീഡിയ വൺ ചാനലിന്റെ താല്പര്യം, 2 തരത്തിലുള്ളതുകൊണ്ട് മീഡിയ വൺ താല്പര്യം കൊണ്ടല്ല കേട്ടോ. അങ്ങനെ താങ്കൾ പറയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നു. സംപ്രേഷണം ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഞാനത് പറയും. കാര്യം അത് അങ്ങനെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അല്ല, വളച്ചൊടിച്ചതല്ല, ഞാൻ കാര്യങ്ങൾ മാത്രമാണ് താങ്കളോട് ചോദിച്ചത്. തെറ്റാണ്. കാര്യങ്ങൾ മാത്രമാണ് ഞാൻ താങ്കളോട് വ്യക്തമായി അതിനോടൊപ്പം ഞങ്ങൾ യോജിക്കുന്ന ഭാഗങ്ങൾ പലതുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് അല്ല, പലതും ഉണ്ടെന്ന് പറയുമ്പോൾ താങ്കൾക്ക് എതിർപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. എല്ലാ വിഷയങ്ങളിലും BJPയോട് എല്ലാ വിഷയങ്ങളിലും BJPയോട് യോജിപ്പായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ BJPക്കാരായി പോരുന്നോ? ഒരു ഘടകകക്ഷിയായിട്ട് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ചില എതിർപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വേണം കരുതാൻ. നമുക്ക് എതിർപ്പ് ഉണ്ടാക്കിയെടുക്കാനാണല്ലോ താല്പര്യം. ഞാനെന്താ വെച്ചാൽ താങ്കൾ ഇപ്പൊ ഒരു പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെയും അല്ലെങ്കിൽ അവരുടെയും കൂടി താല്പര്യങ്ങൾക്ക് ഒത്തു തന്നെയാണോ താങ്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ വരുന്നത് എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നു എന്ന് പറഞ്ഞായിട്ട് ഇന്ത്യയുടെ ഇവിടെ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ഇവിടെ കേരളം എടുത്ത് പരിശോധിച്ചോ? കേരളത്തിന്റെ അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ഇപ്പൊ ഹിന്ദുത്വ എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ നടപടികളും ഇപ്പൊ രാജ്യത്ത് തന്നെ മുസ്ലിങ്ങൾക്കെതിരായി ധാരാളം ആക്രമണങ്ങൾ നടന്നൊരു ഒരു കാലഘട്ടമാണിത്. ഞാൻ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ ദേവാലയം, ഇന്നലെ സഭ പറഞ്ഞു, ഞങ്ങളോട് സഭാ വക്താവ് പറഞ്ഞു എത്രയധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ആ വിഭാഗം മൈനോറിറ്റീസിന് മുഴുവനും ഉണ്ട്. അതില്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിനോട് താങ്കൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. ഈ പറയുന്ന മൈനോറിറ്റി ഇതിനേക്കാളിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താ നമ്മൾ പറയാത്തത്? ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ന് വരെ ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ഒന്നും തന്നെ വളരെ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ് പറയുന്നത്. ഡൽഹിയിൽ 92 പേരാണ് കൊല്ലപ്പെട്ടത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി 2019. ഇത് ഓരോ കാര്യങ്ങളും വളച്ചൊടിക്കാൻ നോക്കാതെ, ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഈ റഷ്യയിലുണ്ടായിട്ടുള്ള അപകടത്തെ ബോംബിട്ടതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഗാസയിലുണ്ടായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഗാസയിലെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പറയേണ്ടതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പറയല്ലേ? കാരണം ഗാസയിൽ ഒരു രണ്ട് ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് അതിനെ അവർ ഗാസയെ സപ്പോർട്ട് ചെയ്യും. അതേസമയത്ത് അപ്പുറത്ത് ഗസയിലേക്ക് നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീഡിയ വേണം. അതിനകത്തൊന്നും സംശയം വേണ്ട. വേറെയാണെന്ന് അറിയാവുന്നവരാണ് ഈ കേരളത്തിലുള്ള ആളിലൊക്കെ. ഓക്കെ, താങ്കൾക്ക് അങ്ങനെ ആരോപിക്കാം. ഞാൻ അതിൽ കുറ്റം പറയുന്നില്ല. താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ആരോപണമല്ല. ഇത് കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യം എന്താണ് സമുദായ താല്പര്യമെന്നും അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നുള്ളത് അറിയാവുന്നവരാണ് മുഴുവൻ ആളുകൾ. അല്ല, ഞാൻ ചോദിച്ചത് വളരെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചോദ്യമാണ്. താങ്കൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഞാൻ യോജിക്കാൻ കഴിയുന്നില്ല. ഇതിന് പറഞ്ഞതിന് മുമ്പുണ്ടായിട്ടുള്ള എത്രയോ പ്രശ്നങ്ങളുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, മുമ്പുള്ള ഏത് പ്രശ്നത്തെ എത്രയോ പ്രശ്നങ്ങൾ നിലപാട് പറയും. ഞാനല്ലോ, താങ്കളാണ് സ്ഥാനാർത്ഥി. അപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞു എന്റെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമാണ്. താങ്ക് യു സോ മച്ച്. ഡോണ്ട് വറി. എനിക്ക് ഒരു വറിയില്ല. എല്ലാവിധ ആശംസകളും. ഓക്കെ, പ്രത്യേകിച്ച് സംപ്രേഷണം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഗുണം ചെയ്യും. താങ്ക് യു.